ഈ അൻവർ പി വി അൻവറിന്റെ ചില പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചില സെലിബ്രിറ്റി സിനിമാ നടികളെയാണ്. ഇവർ 20-21 വയസ്സിലൊക്കെ അവരുടെ സൗന്ദര്യം കൊണ്ടും ഗ്ലാമർ കൊണ്ടൊക്കെ ഉണ്ടല്ലോ, അവരങ്ങ് വലിയ സ്റ്റാർ ആവും. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ വായി തോന്നുന്ന അബദ്ധങ്ങളെല്ലാം അങ്ങ് വിളിച്ചു പറയും. ഇവർക്കറിയില്ല ഇവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ സെലിബ്രിറ്റി ആയില്ലേ, കാശ് കുറെ കയ്യിലോട്ട് വന്നില്ലേ, ആ സമയത്ത് ഇവർ എന്തൊക്കെയോ അങ്ങ് പറയും. അബദ്ധങ്ങളുടെ പുറകെ അബദ്ധങ്ങളായിരിക്കും എന്ന് പറഞ്ഞവരാണ് ഇവിടെ ഈ അൻവറും വരുന്നത്. അൻവറിന്റെ വിചാരമുണ്ടോ അയാൾ എന്തോ സെലിബ്രിറ്റി ആണെന്നോ, അല്ലെ അയാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാനാണെന്നോ, ഹാൻസം ആണെന്ന് എനിക്ക് പറയാൻ അറിയാൻ മേലായിട്ടല്ല കേട്ടോ. എന്താണ് അയാളുടെ ഉദ്ദേശം ഒരു പിടിയും കിട്ടുന്നില്ല. കുറെ കാലം പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നു. അയാളുടെ പാർട്ടി അയാളെ വലിച്ചു താഴെ ഇറക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഏതൊരു വലിയൊരു പോലീസ് ഓഫീസറെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് DMK-യിൽ പോയി, പിന്നെ തൃണമൂലിൽ പോയി, എവിടെയൊക്കെയോ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇത് ഇയാളുടെ ആത്മാവിനും ശരീരത്തിനും ഒന്നിനും ഗതി കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ ആണ്ട്രാ വന്നിട്ട് PD സതീഷിനെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നത്. എടാ, ഒരു പാർട്ടിയിലോട്ട് കയറി മുന്നിലോട്ട് കയറിയില്ല, അതിനു മുമ്പ് അവിടുത്തെ മുതിർന്ന നേതാവിന് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇയാൾ എന്തൊരു മണ്ടനാണ്. ഇയാൾ ആരെങ്കിലും വീട്ടിനകത്ത് കയറ്റു? ഇതുപോലൊരു ഊളനെ ഞാൻ ഈ അടുത്ത കാലത്തും കണ്ടിട്ടില്ല. ഇപ്പം പെരുവഴിയിലായെന്ന് വേണേൽ പറയാം. ഒരു മുന്നണിക്കും വേണ്ട, ഒരു പാർട്ടിക്കും വേണ്ട, ഈ നിലമ്പൂരുകാർക്കും വേണ്ട എന്നൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും ഇയാള്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് സമാധാനമാകത്തുള്ളൂ. അവസാനിപ്പിക്കുകയാണെന്ന് PV അൻവർ. എന്താ പറഞ്ഞ അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നുണ്ട്. ഞാൻ ഓലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഞാൻ വീട്ടിലിരിക്കും. ഈ കൊലയിലുണ്ടാവും ഞാൻ, അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും. UDF സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ ആരോപണങ്ങളെല്ലാം പിൻവലിച്ച് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ അസോസിയേറ്റഡ് മെമ്പറായി അംഗത്വം നൽകാം എന്നായിരുന്നു UDF-ന്റെ വാഗ്ദാനം. അതിൽ കുറഞ്ഞ് അൻവറിന് ഒരു ഇളവും കൊടുക്കില്ല എന്ന കാർക്കശ്യത്തിൽ VD സതീശൻ ഉറച്ചു നിന്നു. 2 ദിവസം കാത്തുനിന്നതിന് ശേഷം അൻവർ ഇന്ന് പ്രഖ്യാപിച്ചു, VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ല. അപ്പം ഞാൻ ആരെയും കണ്ടിട്ട് ഇറങ്ങി വന്നവനല്ല. ഞാൻ ഇറങ്ങി വന്നത് എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെയും കണ്ടിട്ടാണ്. 5 മാസമായി UDF-ന്റെ വാതിൽക്കൽ കെട്ടിക്കിടന്നു. കുഞ്ഞാലിക്കുട്ടിയും മറ്റു നേതാക്കളും തന്നെ UDF-ൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. തടഞ്ഞത് VD സതീശൻ മാത്രമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDF-ന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിൻ്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല. അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്.